ചില്ലാണ് ഇടാപ്പുറ നല്ല വൈബ്. എന്റെ ഒരു സെയിം ടേസ്റ്റുകളാണ്. ഞാനാണെങ്കിൽ കുട്ടികളെ വെച്ച് ഇപ്പൊന്നും ട്രീറ്റ് ചെയ്തില്ല. അതിനകത്ത് പ്രശ്നമില്ല. എന്തായാലും ഒരു ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ പോകും. ഓനോട് ചോദിച്ചാണേ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി പിറ്റേഴ്സ് നേരം ഇങ്ങോട്ട് വരുമില്ലേ എന്ന് അറിയോ? നമ്മളെ മേക്കപ്പ് കൂട്ടോ ഈ അറിയണ്ടേ? സംഗീത് അവരൊരു 9:30 ആകുമ്പോ വരും. ഒരു 10 മണിക്ക് ആകുമ്പോ മാരേജ്, 10:30 കല്യാണം, 10:30 താലികെട്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഡാൻസ് ഉണ്ട് കേട്ടോ. തലേന്ന് പെരുന്നാള്, കല്യാണാണ്, അപ്പൊ ഒന്നിച്ചാണ്. പിന്നെ ഒരു DJ അടിച്ചു പൊളിക്കാൻ തന്നെ കളറാക്കും കല്യാണം ആക്കണം. ഫസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ എറണാകുളത്ത് വെച്ച് കണ്ടു, എന്നെ ഇഷ്ടമാണ്, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, സംസാരിച്ചു, ഇങ്ങനെയൊക്കെയാണ്. ഇവരോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ പ്രേമിച്ച് നടക്കാനും താല്പര്യമില്ല, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ കരുതിയിട്ട് എന്തായാലും മാസം കാര്യമൊന്നും ഉണ്ടാവില്ല കരുതിയിട്ട് ഫിസിക്കലായിരുന്നേ. ഇഷ്ടമല്ലേ, എന്നാലും വിളിക്കുമെന്ന് അറിയില്ല. ഞാനിങ്ങനെ നമ്പർ കൊടുത്തു. ഒരു രാത്രി 8 മണിയപ്പോ ഞാൻ നമ്പർ കൊടുത്തു. 5 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛനെ വിളിച്ചു. എനിക്കിങ്ങനെ ശ്രീകുട്ടിനെ ഇഷ്ടമാണ്, കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അച്ഛനമ്മ ആകെ ഷോക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അച്ഛനമ്മയും കൂടി ചോദിച്ചു, എനിക്കിങ്ങനെ അറിയുമോ, ഇഷ്ടമുണ്ടോ ചോദിച്ചു. പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, ഒക്കെയാണ്, കല്യാണം. അവളും അവളും നിലവിൻ പോലെ തുകളും
അവളോ അവളോ കാർക്കുഴൽ വിരിയും മയിലോ ദിശയറിയാതെ മേഘം തലയിനിൽ വിടുതോ கடவுள் கை கொண்டு எழுத முடியாத கவிஞனின் கற்பனையோ ഒരു എൻട്രി ഉണ്ട്, അത് വിളിച്ചിട്ട് സർപ്രൈസ് ആണ്, പറഞ്ഞിട്ടില്ല. അവരുടെ റിയാക്ഷൻ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ വിടർന്നുവോ നിൻമുഖം ചെമ്പകം പോലെ പടർന്നതോ സൗരഭം തിരഞ്ഞുവോ നിന്നെ ഞാൻ തെന്നലായി മെല്ലെ മലർന്നില താരകേ നാം ഒരേ കിനാക്കളായി തുണർന്നുവോ ശ്വാസമേ മുരാരേ മോഹൻ പിയാരേ മുരളി ഭജേ പാലക്കാട്ട് പക്കത്തില് ഒരു അപ്പാവി രാജ, അവ പക്കത്തില് ഒരു അമ്മഞ്ചി രാജ. സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓരെ കുറച്ച് അങ്ങോട്ട് വിട്ടാ ഇങ്ങോട്ട് ആളിച്ചില്ല, ആൾക്കൊരു കുഴപ്പമില്ല. ആള് പോയി കഴിഞ്ഞാൽ വീട് സൈലന്റ് ആവും. അങ്ങനെയാണ് ആ വീട്. അത് ഓള് കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും പറയും ശ്രീകുട്ടി വന്നത് അറിയാന്ന്. സൗണ്ട് ഓണാണ്. അങ്ങനെ ആയിക്കോട്ടെ പാട്ടും പാടി ഡാൻസ് കളിച്ച് അങ്ങനെ നടന്നോളൂ. ചെറിയ കുട്ടികളെമാരി അങ്ങനെ നടന്നോളൂ. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ എന്നെ കൊണ്ടു നടന്നതോളാ. അമ്മേനെ വരെയാണ് ചേച്ചി. അപ്പൊ അത് പോയി കഴിഞ്ഞാല് വിഷമം ഉണ്ടാവും. പറഞ്ഞായിരുന്നു.
ഹാപ്പി മാരീഡ് ലൈഫ്.